ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയൊരു പിക്ചറൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതിനകത്തൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഞാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സിമ്പിളായിട്ടുള്ള ടെക്നിക്ക് ഒരു രണ്ട് പേജിൽ തന്നെ നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരും. ഇതിനകത്ത് എന്താ കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി. ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഡെപ്പോസിറ്റ് ബാലൻസ്. നമ്മൾ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡെപ്പോസിറ്റ് ബാലൻസിൽ ഉള്ള പ്രോബ്ലമാണ്, ഡെപ്പോസിറ്റ് ബാലൻസിലാണ് ഇത് തുടങ്ങേണ്ടതെങ്കിൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ബാലൻസ് പോസിറ്റീവ് ആണെങ്കിൽ, സ്റ്റാർട്ടിംഗ് ബാലൻസ് പോസിറ്റീവ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? സ്റ്റാർട്ടിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ബാലൻസ് ആണെങ്കിൽ ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെപ്പോസിറ്റ് ബാലൻസിലാണ്, സ്റ്റാർട്ടിംഗ് ബാലൻസ് പോസിറ്റീവാണ്. ദെൻ നമ്മൾ ക്യാഷ് ബുക്കിലെ ബാലൻസിലാണ് പ്രോബ്ലം തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ഓരോ ഐറ്റവും വായിക്കും. നമ്മൾ കുറേ കാരണങ്ങൾ നേരത്തെ കണ്ടായിരുന്നു. ആ കാരണങ്ങൾ 1 by 1 ആയിട്ട് റീഡ് ചെയ്തിട്ട് ആ ഓരോ കാരണങ്ങളും ഒന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പാസ്ബുക്കിന്റെ ബാലൻസിന് എന്ത് പറ്റി? ഈ പർട്ടിക്കുലർ ഐറ്റം കാരണം നമ്മുടെ പാസ്ബുക്കിന്റെ ബാലൻസിന് എന്ത് പറ്റി എന്ന് ചിന്തിക്കുക. അതിപ്പം പാസ്ബുക്കിന്റെ ബാലൻസ് കൂടി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഐറ്റം നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയ ക്യാഷ് ബുക്കിന്റെ കൂടെ ആഡ് ചെയ്യണം, ക്യാഷ് ബുക്കിന്റെ ബാലൻസിനകത്ത് അത് ആഡ് ചെയ്യണം. കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ക്യാഷ് ബുക്കിന്റെ ബാലൻസിൽ അത് കുറയ്ക്കണം. ഇതെല്ലാം ബാങ്ക് കോളത്തെ കുറിച്ചാണ് പറയുന്നത്. ഒന്നും കൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്തു തരാം. അതായത് നമ്മൾ ക്യാഷ് ബുക്കിലാണ് തുടങ്ങുന്നതെങ്കിൽ പാസ്ബുക്കിന്റെ ബാലൻസിന് എന്ത് പറ്റി എന്ന് ചിന്തിക്കണം. ഓരോ ഐറ്റവും റീഡ് ചെയ്തിട്ട് പാസ്ബുക്കിന്റെ ബാലൻസിന് എന്ത് പറ്റി എന്ന് ചിന്തിക്കണം. ഓക്കെ, ഇനി പാസ്ബുക്കിലാണ് തുടങ്ങുന്നതെങ്കിലോ ക്യാഷ് ബുക്കിന്റെ ബാലൻസിന് എന്ത് പറ്റി ചിന്തിക്കണം. ഇത്രയേ ഉള്ളൂ സോൾവ് ചെയ്യാൻ. അതായത് ഒന്നും കൂടെ, ഡെപ്പോസിറ്റ് ബാലൻസിലാണ് തുടങ്ങുന്നതെങ്കിൽ സ്റ്റാർട്ടിംഗ് ബാലൻസ് പോസിറ്റീവ് ആയിരിക്കും. അതൊന്നും നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഡെപ്പോസിറ്റ് ബാലൻസിലാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ബാലൻസ് പോസിറ്റീവ് ആയിരിക്കും, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതും പോസിറ്റീവ് ആയിരിക്കും. ഇനി ക്യാഷ് ബുക്കിലാണ് തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ പാസ്ബുക്കിന് എന്ത് പറ്റിയും ചിന്തിക്കുക, പാസ്ബുക്കിലാണ് തുടങ്ങുന്നതെങ്കിൽ ക്യാഷ് ബുക്കിൽ എന്ത് പറ്റിയും ചിന്തിക്കുക. അപ്പോൾ ആൻസർ എൻഡിങ് ബാലൻസ് അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുകയേ വേണ്ട. അത് എന്താണോ വരുന്നത് അതാണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, നിങ്ങൾ പോസിറ്റീവ് ബാലൻസിൽ തുടങ്ങിയാൽ നിങ്ങൾക്ക് നെഗറ്റീവ് ബാലൻസ് ആൻസർ എത്താം. അതൊരു പ്രശ്നമുള്ള കേസല്ല. നിങ്ങൾ പാസ്ബുക്കിലാണ് തുടങ്ങിയത്, പാസ്ബുക്കിന്റെ ബാലൻസ് പോസിറ്റീവ് ബാലൻസിൽ, ഡെപ്പോസിറ്റ് ബാലൻസിൽ തുടങ്ങി, ആൻസർ അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. അപ്പം നിങ്ങളുടെ എൻഡിങ് ബാലൻസ് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് ഇത്രയേ ഉള്ളൂ. ഡെപ്പോസിറ്റ് ബാലൻസിൽ തുടങ്ങുന്നു, സ്റ്റാർട്ടിങ് എൻട്രി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ക്യാഷ് ബുക്കിൽ തുടങ്ങിയാൽ പാസ്ബുക്കിന് എന്ത് പറ്റിയും ചിന്തിക്കുക, പാസ്ബുക്കിൽ തുടങ്ങിയാലോ ക്യാഷ് ബുക്കിന് എന്ത് പറ്റിയും ചിന്തിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ സാഹചര്യം, ഇനി ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ് സങ്കല്പിക്കുക. നമുക്ക് ഓവർ ഡ്രാഫ്റ്റിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയും നമ്മുടെ റൂള് സെയിം ആണ്. നിങ്ങൾ ക്യാഷ് ബുക്കിൽ തുടങ്ങിയാൽ അവിടെയും നിങ്ങൾ പാസ്ബുക്കിന്റെ ബാലൻസ് ഓരോ ഐറ്റവുമാണ് കമ്പയർ ചെയ്യുന്നത് കേട്ടോ. ഒരു ഐറ്റം എടുത്തിട്ട് ക്യാഷ് ബുക്കിൽ തുടങ്ങുകയാണെങ്കിൽ പാസ്ബുക്കിന് എന്ത് പറ്റിയെന്ന് ചിന്തിക്കുക, പാസ്ബുക്കിൽ തുടങ്ങിയാലോ ക്യാഷ് ബുക്കിന് എന്ത് പറ്റിയും ചിന്തിക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് ബുക്കിന് എന്ത് പറ്റി, ഓരോ ഐറ്റം ആ എന്ത് പറ്റി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഐറ്റം മുഖേന ഓപ്പോസിറ്റ് ബുക്കിന്റെ ബാലൻസ് കൂടാനാണോ കുറയാനാണോ സാധ്യത എന്ന് ചെക്ക് ചെയ്യുക. കൂടാനാണെങ്കിൽ കൂട്ടുക, കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കുക. നമ്മൾ ഈ കൂട്ടുക കുറയ്ക്കാൻ പറയാൻ കാര്യം നേരത്തെ ഒരു ആഡ് എന്ന് പറയുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട്, ലെസ് എന്ന് പറഞ്ഞൊരു കുറച്ച് പോർഷൻ. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. എന്തായാലും ഓവർ ഡ്രാഫ്റ്റ് ബാലൻസിലാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ബാലൻസ് എന്തായാലും നെഗറ്റീവ് ആയിരിക്കും അല്ലേ, നെഗറ്റീവ് ആണ്. ഓക്കെ, എൻഡിങ് ബാലൻസ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രിപ്പറേഷൻ ഓഫ് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് വിത്തൗട്ട് അഡ്ജസ്റ്റിംഗ് ക്യാഷ് ബുക്ക് ബാലൻസ്. അപ്പം നമ്മുടെ കേസ് ഒന്നാമത്തതാണ്. അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് തയ്യാറാക്കാതെ തന്നെ കിട്ടുന്നതെല്ലാം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുകയാണ്. അതിൽ തന്നെ പ്രോബ്ലംസ് സ്റ്റാർട്ടിംഗ് വിത്ത് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്തു പോകാം. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? From the following particulars of Mr. Mohanan, prepare bank reconciliation statement as on 31st March 2021. Balance as per cash book 50,000. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി, ഇത് ഡെപ്പോസിറ്റ് ബാലൻസ് ആണ് അല്ലേ, ഡെപ്പോസിറ്റ് ബാലൻസ് ആണ്, ക്യാഷ് ബുക്കിലെ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്യാഷ് ബുക്ക് ആണ്, ഡെപ്പോസിറ്റ് ആണ്. ഞാൻ ആൻസർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ ഞാൻ ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വരച്ചു, അതിനൊരു ഹെഡിങ് കൊടുത്തു, പർട്ടിക്കുലർസ് കോളം, എമൗണ്ട് കോളം.
ഞാൻ ഈ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞ ഫസ്റ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ലൈൻ ഞാൻ ഇവിടെ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, എൻ്റർ ചെയ്തു. ഇനി എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്രീൻ മാർക്ക് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു ഐറ്റം നിങ്ങൾ എടുത്താൽ നിങ്ങൾ അവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കണം. അതൊന്ന് മാർക്ക് ചെയ്ത് പോകണം. എങ്കിലേ എടുത്തതും എടുക്കാത്തതും തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് സമയം തികയില്ല. ഏതെങ്കിലും ഒരു ഐറ്റം വിട്ടുപോയാൽ നിങ്ങൾക്ക് പിന്നീട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ സമയം കളയുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും ഒന്ന് മാർക്ക് ചെയ്ത് പോവുക. ഞാനും അങ്ങനെ തന്നെയാണ് പഠിച്ചതും ചെയ്തതും എല്ലാം തന്നെ. അപ്പൊ രണ്ടാമത്തെ ഐറ്റം, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെക്ക് ഞാൻ ഇഷ്യൂ ചെയ്തു. അപ്പൊ എന്റെ ബാലൻസ് എത്ര? എന്റെ കണക്ക് പ്രകാരമുള്ള ക്യാഷ് ബുക്കിന്റെ ബാലൻസ്, ബാങ്കിലെ ബാലൻസ് 50,000 രൂപയാണ്. ഞാനൊരു ചെക്ക് ഇഷ്യൂ ചെയ്തു, ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ഞാൻ 6,000 രൂപയുടെ ചെക്ക്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഈ 50,000ന്റെ ബാലൻസിനെ കുറിച്ചൊന്നുമല്ല. ഓരോ എൻട്രിയും നമ്മൾ ചിന്തിക്കുക. ഓരോ എൻട്രിയും നമ്മൾ വായിച്ചിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് ബുക്കിന്റെ ബാലൻസിന് എന്ത് പറ്റി എന്ന് ചിന്തിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ഈ 6,000 രൂപയുടെ ചെക്ക് ഞാൻ ഇഷ്യൂ ചെയ്തു. അത് ഇതുവരെയും ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഞാനൊരു ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ എൻ്റെ കണക്കിൽ പൈസ കുറഞ്ഞു, ക്യാഷ് കുറഞ്ഞു. കാരണം പൈസ പോയി, ചെക്ക് കൊടുത്താൽ പൈസ പോയി. കാരണം എൻ്റെ സങ്കല്പം എന്താണ്? അവൻ ബാങ്കിൽ പോയി പൈസ മാറും എന്നുള്ളതല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ കണക്കിൽ ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്തു, പേയ്മെന്റ് കൊടുത്തു, പാർട്ടിക്ക് പേയ്മെന്റ് കൊടുത്തതായിട്ട് എൻ്റർ ചെയ്തു. അപ്പോൾ എൻ്റെ കണക്കിൽ പേയ്മെന്റ് കുറഞ്ഞു. ബാങ്കിൽ അത് കുറഞ്ഞോ? ഇല്ല, ബാങ്കിൽ കൂടി തന്നെ കിടക്കുകയാണ്. കാരണം അവിടെ ഇതുവരെ ആ പാർട്ടി ചെക്ക് പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ബാങ്കിൽ കൂടി കിടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞ സിമ്പിൾ ടെക്നിക്ക് നേരത്തെ പറഞ്ഞിരിക്കുകയാണ്. അതല്ലേ, പാസ്ബുക്കിന്റെ ബാലൻസിന് എന്ത് പറ്റിയും ചിന്തിക്കുക. അത് കൂടിയെങ്കിൽ കൂട്ടുക, കുറഞ്ഞെങ്കിൽ കുറയ്ക്കുക. അപ്പൊ ഇവിടെ എന്താണ്? 6,000 രൂപയുടെ ചെക്ക് കൊടുത്തു, എന്റെ കണക്കും പ്രകാരം കുറഞ്ഞു, ബാങ്കിന്റെ കണക്കും പ്രകാരം കുറഞ്ഞിട്ടില്ല. അവിടെ പൈസ എപ്പോഴും ഉണ്ട്, ആ പാർട്ടി ഇതുവരെ വന്ന് എടുത്തിട്ടില്ല. അപ്പൊ അവിടെ ബാങ്ക് പാസ്ബുക്കിന് എന്ത് പറ്റി? കൂടിക്കിടക്കുകയാണ്. നമ്മൾ കൂട്ടണം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ലൈനിലേക്ക് ഇത് ആഡ് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ ഒരു 4-5 ലൈൻ വിട്ടിട്ട് ഒരു ലെസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൂടെ കൊടുത്തിട്ടേക്കുക. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് എൻ്റർ ചെയ്ത് പോകാം. എന്നിട്ട് ഞാൻ ഇത് മാർക്ക് ചെയ്തു, ഞാൻ എൻ്റർ ചെയ്താണല്ലോ. അടുത്തത്, ദ ബാങ്ക് ഹാഡ് ഡയറക്ട്ലി കളക്റ്റഡ് ഡിവിഡൻഡ് 8,000 ആൻഡ് ക്രെഡിറ്റ് ടു ദ ബാങ്ക് അക്കൗണ്ട്. എൻ്റെ ബാങ്ക് എൻ്റെ ഡിവിഡൻഡ് കളക്ട് ചെയ്തു, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. അവിടെ കൂടി അല്ലേ, എൻ്റെ പാസ്ബുക്കിൽ കൂടി. പക്ഷെ ഞാനത് അറിഞ്ഞില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ്? കുറഞ്ഞു കിടക്കുകയാണ്. പാസ്ബുക്കിന് എന്ത് പറ്റി? നമ്മൾ ക്യാഷ് ബുക്കിലല്ലേ തുടങ്ങിയത്. പാസ്ബുക്കിന് എന്ത് പറ്റി? പാസ്ബുക്ക് കൂടി കിടക്കുകയാണ്, 8,000 രൂപ കൂടി കിടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ രണ്ടാമത്തെ എൻട്രി നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത അത് ഞാനിവിടെ ടിക്ക് ചെയ്തു. ഇനി മൂന്നാമത്തെ ഐറ്റത്തിലേക്ക് വരാം. എന്താണ് മൂന്നാമത്തെ ഐറ്റം? ട്രാൻസാക്ഷനിൽ മൂന്നാമത്തെ ഐറ്റമാണ്. ഒന്നാമത്തെ ഐറ്റം നമ്മുടെ ബാങ്ക് ബാലൻസ് ആയിരുന്നല്ലോ. ഓക്കെ, ഫോർത്ത് പോയിന്റ്, ബാങ്ക് ചാർജസ് 400 വയർ നോട്ട് എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. ബാങ്ക് ചാർജസ് എന്ന് പറയുമ്പോൾ ബാങ്കിൽ നിന്ന് നമ്മുടെ ഫണ്ട് പോകുന്ന ഒരു സാധനമാണ് അല്ലേ, അവരെടുക്കുന്നതാണ്. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ അവരെടുത്തു. അപ്പോൾ അവിടെ ബാലൻസ് കുറഞ്ഞില്ലേ? കുറഞ്ഞു. നമ്മളത് അറിഞ്ഞിട്ടില്ല, നമ്മളത് എൻ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ പഴയ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്, അതേ ബാലൻസ് തന്നെ നിൽക്കുകയാണ്. ബാങ്കിൽ ബാലൻസ് കുറഞ്ഞിട്ടുണ്ട്, 800 രൂപ പോയി, 400 രൂപ പോയി. അപ്പോൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? 400 രൂപ ബാങ്കിൽ കുറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആൻസറിൽ കുറയ്ക്കണം. അപ്പോൾ ലെസ് ഇൻ അണ്ടറിലേക്ക് നമ്മൾ ആ 400 നമ്മൾ മൈനസ് ആണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, മൈനസ് ആണ്. നിങ്ങളത് വേണമെങ്കിൽ ബ്രാക്കറ്റ് ഷോ ചെയ്യാം, അല്ലെങ്കിൽ മൈനസ് ഇട്ട് ഷോ ചെയ്യാം. ഞാൻ അതൊന്ന് ടിക്ക് ചെയ്തു. അടുത്തത്, എ ചെക്ക് ഓഫ് ₹6,000 വാസ് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ദ ബാങ്ക്. ഞാനൊരു 6,000 രൂപയുടെ ചെക്ക് എൻ്റെ ബാങ്കിൽ ഇട്ടു, അത് ഇതുവരെയും ബാങ്കിൽ കളക്ട് ചെയ്തില്ലെന്നാണ് പറയുന്നത്. ഞാനൊരു ചെക്ക് എൻ്റെ ബാങ്കിൽ ഇടുമ്പോൾ എൻ്റെ കണക്കും പ്രകാരം 6,000 രൂപ കൂടി. പക്ഷെ ബാങ്കിൽ അത് കൂടിയിട്ടുണ്ടോ? ഇല്ല, അവിടെ ഇതുവരെ അത് കളക്ഷൻ നടന്നിട്ടില്ല. എന്ന് വെച്ചാൽ ബാങ്ക് ബാലൻസ് എൻ്റെ ക്യാഷ് ബാലൻസിനേക്കാളും കുറഞ്ഞു നിൽക്കുകയല്ലേ. കാരണം ഞാൻ ചെക്ക് ബാങ്കിൽ ഇട്ടപ്പോൾ എൻ്റെ കണക്കും പ്രകാരം 6,000 രൂപ കൂട്ടി ഞാൻ എഴുതി കഴിഞ്ഞു. ആ 6,000 രൂപ സെയിം അതേപോലെ ബാങ്കിൽ കൂടിയിട്ടില്ല. എന്ന് വെച്ചാൽ ബാങ്ക് ബാലൻസ് കുറഞ്ഞു തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്യാഷ് ബുക്കിലാണ് തുടങ്ങിയത്, പാസ്ബുക്കിന് എന്ത് പറ്റി? കുറഞ്ഞു കിടക്കുകയാണ്. എന്ത് ചെയ്യണം? കുറയ്ക്കണം. സോ ലെസ് ആണ്. ഞാൻ ലെസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ആൻസർ എല്ലാം, നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാം കഴിഞ്ഞു. 5 ഐറ്റം നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുക. ഇതുവരെ നമുക്ക് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇനി കാൽക്കുലേറ്റർ എടുക്കുക, ഇത് 3 കൂടെ ഒന്ന് കൂട്ടുക. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടി. ഈ 64,000 നിന്നും ഇത് രണ്ടും കുറച്ചിട്ട് നമ്മൾ എഴുതുന്നു. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടി. ഇതിന് നേരെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ക്യാഷ് ബുക്കിലാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മുടെ ആൻസർ എപ്പോഴും എന്തായിരിക്കും?
പാസ്ബുക്ക് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിൽ തുടങ്ങിയെങ്കിൽ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒന്നും കൂടെ ചേർക്കാം, ഡെപ്പോസിറ്റ് ബാലൻസ് എന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് ക്യാഷ് ബുക്കിലാണ് തുടങ്ങിയതെങ്കിൽ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഡെപ്പോസിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഇത് ഡെപ്പോസിറ്റ് ബാലൻസ് തന്നെയാണ് എന്ന് പറയാൻ കാര്യം കിട്ടിയേക്കുന്ന ആൻസർ പോസിറ്റീവാണ് അല്ലേ? പോസിറ്റീവ് തുടങ്ങി പോസിറ്റീവ് തന്നെ കിട്ടിയാൽ രണ്ടും ഡെപ്പോസിറ്റ് ബാലൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പ്രോബ്ലം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. സെക്കൻഡ് പ്രോബ്ലം ഇതാണ്. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് AB and Sons പ്രിപ്പയർ ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആസ് ഓൺ 31st August 2021. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 54,000. ഞാനത് ടിക്ക് ചെയ്തിട്ടാണ് ഞാൻ 54,000 എൻ്റെ ആൻസറിലേക്ക് എടുത്തു. ഇതൊക്കെ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുകയാണ്. നിങ്ങൾ ആൻസർ ചെയ്യുമ്പം പേനയും പേപ്പറും എടുത്ത് അല്ലെങ്കിൽ ബുക്ക് എടുത്തിട്ട് നിങ്ങളത് വരയ്ക്കണം. പർട്ടിക്കുലർസ്കോളം എമൗണ്ടുകളോ വരച്ച് നിങ്ങൾ ഒരു നമുക്ക് എപ്പോഴും നമ്മൾ എത്ര സ്പേസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 4 ഐറ്റമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കൊരു 3 ഐറ്റം നമുക്കൊരു ആഡിൻ്റെ അവിടെയും ഒരു 3 ഐറ്റം ലെസ്സിൻ്റെ അവിടെയും വരുമെന്ന് അസ്യൂം ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആഡ് എന്നൊരു ഹെഡിങ്ങും കൊടുത്ത് ഒരു 4-5 ലൈൻ വിട്ടിട്ട് ലെസ് എന്നൊരു സ്പേസും കൊടുത്തിട്ട് നിങ്ങൾ ആൻസർ ഡയറക്റ്റ് ചെയ്തു പോകണം. അല്ലാതെ ആഡ് ചെയ്യാനുള്ളതെല്ലാം കണ്ടെത്തിയതിന് ശേഷം പിന്നീട് ലെസ് ചെയ്യാനുള്ളതെല്ലാം കണ്ടെത്തി അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സമയം വേസ്റ്റ് ആണ്. നമ്മളൊരു ഐറ്റം റീഡ് ചെയ്യുമ്പം ഡയറക്റ്റ് ആൻസറിലേക്ക് പോസ്റ്റ് ചെയ്ത് പോകാൻ നമുക്ക് കഴിയണം. ഒരു പ്രാവശ്യം മൊത്തം ഒന്ന് റീഡ് ചെയ്യുക, രണ്ടാമത്തെ റീഡിങ്ങിൽ നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അല്ലാതെ എല്ലാം ആഡ് ചെയ്യാനുള്ള ഐറ്റവും തരംതിരിച്ച് കണ്ടുപിടിച്ച് എൻ്റർ ചെയ്ത് പിന്നീട് അത് ആഡ് ചെയ്ത് കാൽക്കുലേറ്റ് എടുത്തതിന് ശേഷം പിന്നെ ലെസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. അതാണ് സമയം നഷ്ടം ഉണ്ടാവും ഒരുപാട് നമുക്ക്. എന്തായാലും നമുക്ക് ഞാൻ ഒന്നാമത്തെ ഐറ്റം ഞാനിവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു ആഡ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തു, കുറച്ച് സ്പേസ് വിട്ട് ലെസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ടാമതായിട്ട് ഞാൻ റീഡ് ചെയ്യാൻ പോവാണ്. ₹100 ബാങ്ക് ഇൻസിഡന്റൽ ചാർജസ് ഡെബിറ്റഡ് ടു AB and Sons അക്കൗണ്ട്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ ബാങ്ക് 100 രൂപ ഇൻസിഡന്റൽ ചാർജ് എന്ന് പറഞ്ഞെടുത്തു. അപ്പൊ നമ്മൾ നോക്കി, നമ്മൾ തുടങ്ങിയത് ക്യാഷ് ബുക്കിലല്ലേ, ഡെപ്പോസിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ പാസ്ബുക്കിന്റെ ബാലൻസിന് എന്ത് പറ്റിയെന്ന് നോക്കണം. 100 രൂപ പാസ്ബുക്കിൽ, അതായത് ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 100 രൂപ എടുത്തു, ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞെടുത്തു. അപ്പൊ പാസ്ബുക്കിന്റെ ബാലൻസിന് എന്ത് പറ്റി? ഉറപ്പായിട്ടും അവിടെ കുറഞ്ഞു, നമ്മളത് അറിയുന്നില്ല. അപ്പൊ നമ്മുടെ കണക്കിൽ പഴയ ബാലൻസ് തന്നെ നിൽക്കുകയാണ്, പക്ഷെ പാസ്ബുക്കിൽ ആ പൈസ 100 രൂപ കുറഞ്ഞു. അപ്പം പാസ്ബുക്കിന് എന്ത് പറ്റി? കുറഞ്ഞു കിടക്കുകയാണ്, നമ്മൾ കുറയ്ക്കണം. അപ്പം നമ്മൾ ലെസ് എന്ന ഓപ്ഷനിലേക്ക് പോകുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മളിവിടെ ടിക്ക് ചെയ്യുന്നു. അടുത്തത് 3, ചെക്ക് ഓഫ് ₹5,400 ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് ബൈ ദ ബാങ്ക്. നമ്മൾ 5,400 രൂപയുടെ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, ബാങ്കിൽ അത് ഇതുവരെ കളക്ഷൻ ആയി വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ കണക്കിൽ 5,400 രൂപയുടെ ചെക്ക് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ എൻ്റെ കണക്കിൽ 5,400 രൂപ കൂടി. പക്ഷെ ബാങ്കിൽ അത് ഇതുവരെയും അത്രയും രൂപ കൂടിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസിനേക്കാൾ 5,400 രൂപ പാസ്ബുക്കിൽ കുറഞ്ഞു കിടക്കുകയാണ്. എന്ത് ചെയ്യണം? കുറയ്ക്കണം. സിമ്പിൾ. പാസ്ബുക്കിന് എന്ത് പറ്റിയെന്ന് ചിന്തിക്കുക. കുറഞ്ഞു കിടക്കുകയാണെങ്കിൽ കുറയ്ക്കുക, കൂടിക്കിടക്കുകയാണെങ്കിൽ കൂട്ടുക. നമ്മൾ കുറച്ചു, അത് ഞാനിവിടെ ടിക്ക് ചെയ്തു. അടുത്ത ഐറ്റം, നാലാമത്തെ ഐറ്റമാണ്. എ ചെക്ക് ഓഫ് ₹20,000 ഈസ് ഇഷ്യൂഡ് ബൈ AB and Sons നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ഞാനൊരു ചെക്ക് ഇഷ്യൂ ചെയ്തു, അത് ഇതുവരെയും ബാങ്കിൽ പ്രസന്റേഷൻ വന്നിട്ടില്ല, പ്രസന്റ് ചെയ്തിട്ടില്ല, ക്യാഷ് എടുത്തുകൊണ്ട് പോയിട്ടില്ല. ഞാനൊരു ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ എൻ്റെ കണക്കും പ്രകാരം 20,000 രൂപ ഞാൻ അപ്പോഴേ എൻ്റെ അക്കൗണ്ടിൽ കുറച്ചു. പക്ഷെ ബാങ്കിൽ ഇതുവരെ ആ പൈസ കുറഞ്ഞിട്ടില്ല, കാരണം കസ്റ്റമർ ഇതുവരെ ബാങ്കിൽ അത് പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ബാങ്ക് ബാലൻസിന് എന്ത് പറ്റി? നമ്മൾ ക്യാഷ് ബുക്കിലാണല്ലോ തുടങ്ങിയത്, അപ്പോൾ പാസ്ബുക്കിന് എന്ത് പറ്റി? കൂടിക്കിടക്കുകയാണ്. എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ നമുക്ക് ആഡ് എൻട്രി ചെയ്തു. ഇത്രയും. അപ്പോൾ നാലാമത്തെ എൻട്രി ഞാൻ ടിക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് കാൽക്കുലേറ്റർ എടുക്കുക, നമ്മൾ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഒരേ ഐറ്റമേ ഉള്ളൂ, ആ ഐറ്റം ഒന്ന് ആഡ് ചെയ്യുക. അതിനുശേഷം 74,000 നിന്ന് 5,400 100 മൈനസ് ചെയ്ത് അവിടെ ആൻസർ എഴുതുക. ക്യാഷ് ബുക്കിലെ ഡെപ്പോസിറ്റ് ബാലൻസിലാണ് തുടങ്ങിയത്. ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ അതെന്തായിരിക്കും? പാസ്ബുക്കിലെ ഡെപ്പോസിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എൻ്റർ ചെയ്യാം ദി ഡെപ്പോസിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. അപ്പോൾ നമ്മുടെ 2 പ്രോബ്ലം കഴിഞ്ഞിരിക്കുകയാണ്. ഈ രണ്ടും സിറ്റുവേഷൻ 1 ആയിരുന്നു. എന്ത്? സ്റ്റാർട്ടിങ് വിത്ത് ഡെപ്പോസിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. അടുത്ത പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റാർട്ടിങ് വിത്ത് ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്.
ഡെപ്പോസിറ്റ് ബാലൻസ് തന്നെ നമുക്ക് ഡെപ്പോസിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ, ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ ബാങ്കിന് അത് ഓപ്പോസിറ്റ് പറയുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഏത് ബുക്കിൽ തുടങ്ങിയാലും ഓപ്പോസിറ്റ് ബുക്കിന് എന്ത് പറ്റി എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നമുക്ക് നോക്കാം. ഇവിടെ the bank passbook of Messrs. LT and Sons showed a balance of 45,000 on May 31st, 2021. ഞാൻ ആ ഐറ്റം ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണ് അല്ലേ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് പാസ്ബുക്ക് ബാലൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് 45,000. എന്ത് ബാലൻസ് ആണ് അത്? ഡെപ്പോസിറ്റ് ബാലൻസ് തന്നെയാണ് അല്ലേ. ഡെപ്പോസിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് 45,000. ഇനി ഓരോ ഐറ്റവും വായിച്ചിട്ട് നമുക്ക് എന്ത് ആണ് ചിന്തിക്കേണ്ടത്? ഇപ്പം പാസ്ബുക്കിൽ തുടങ്ങിയത് കൊണ്ട് ക്യാഷ് ബുക്കിന്റെ ബാലൻസിന് എന്ത് പറ്റി എന്ന് ചിന്തിക്കുക. ഓപ്പോസിറ്റ് ആണ്, ക്യാഷ് ബുക്കിന്റെ ബാലൻസിന് എന്ത് പറ്റി എന്ന് ചിന്തിക്കുക. അത് കൂടിക്കിടക്കുകയാണെങ്കിൽ കൂട്ടുക, കുറഞ്ഞു കിടക്കുകയാണെങ്കിൽ കുറയ്ക്കുക. നമുക്ക് നോക്കാം. ഒന്ന്, ചെക്ക് ഇഷ്യൂഡ് ബിഫോർ 31st May. മെയ്ക്ക് മുമ്പേ തന്നെ ഇഷ്യൂ ചെയ്ത ചെക്കാണ് 25,940 ഹാഡ് നോട്ട് ബീൻ പ്രസന്റഡ് ഫോർ എൻകാഷ്മെന്റ്. അപ്പം മെയ്ക്ക് മുമ്പ് ഇഷ്യൂ ചെയ്ത ഒരു ചെക്ക് ഇതുവരെയും പ്രസന്റ് ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം. മെയ് ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോഴേ ക്യാഷ് ബുക്കിൽ ആ എമൗണ്ട് അത്രയും ഡിഡക്റ്റ് ചെയ്ത് നമ്മൾ എഴുതും. പക്ഷേ പാസ്ബുക്കിൽ ഇതുവരെയും ആ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടില്ല, കാരണം പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എവിടെയാണ് കൂടി നിൽക്കുന്നത്, എവിടെയാണ് കുറഞ്ഞിരിക്കുന്നത്? ക്യാഷ് ബുക്കിൽ കുറഞ്ഞു നിൽക്കുകയാണ്, പാസ്ബുക്കിൽ പഴയ ബാലൻസിൽ തന്നെ നിൽക്കുകയാണ്. കമ്പയർ ചെയ്യുമ്പം ക്യാഷ് ബുക്ക് കുറഞ്ഞു കിടക്കുകയാണ്. നമ്മൾ പാസ്ബുക്കിലല്ലേ തുടങ്ങിയത്, അപ്പോൾ ക്യാഷ് ബുക്കിന് എന്ത് പറ്റി? കുറഞ്ഞു കിടക്കുകയാണ്. എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ ലെസ്, നമ്മൾ ലെസ് എന്ന് പറഞ്ഞൊരു ഹെഡ് കൊടുത്തു, ആഡ് എന്ന് പറഞ്ഞൊരു ഹെഡ് കൊടുത്തു. അപ്പോൾ ഈ ഐറ്റം നമ്മൾ ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. ലെസ്സിൻ്റെ അണ്ടറിലേക്ക് നമ്മൾ എഴുതി. ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അടുത്തത് 2 ചെക്ക് ഓഫ് 3,900 and 2,350 were deposited into the bank on 31st May, but the bank gave credit on the same in June 2020. അതായത് നമ്മൾ മെയ്ക്ക് മുമ്പ് 2 ചെക്കുകൾ ഡെപ്പോസിറ്റ് ചെയ്തു. ഈ 2 ചെക്കുകളും എന്ത് ചെയ്തിട്ടില്ല? മെയ് മാസത്തിൽ കളക്ഷൻ വന്നിട്ടില്ല, നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. അത് വന്നിരിക്കുന്നത് ജൂൺ മാസത്തിലാണ്. ഓക്കെ, ആ 2 ചെക്കിൻ്റെ ടോട്ടൽ നമുക്കൊന്ന് കൂട്ടാം. എത്ര ഉണ്ടെന്ന് നോക്കാം. അത് പ്ലസ് നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടുക. ഓക്കെ, അല്ലെങ്കിൽ മനക്കണക്ക് കൂട്ടുക. 6,250 രൂപയുടെ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അത് നമ്മുടെ മെയ് 31 മുമ്പ് അക്കൗണ്ടിൽ വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിന്റെ കണക്കും പ്രകാരം അത്രയും തുക കൂടി, പാസ്ബുക്കിൽ അത് ഇതുവരെയും കൂടിയിട്ടില്ല. അപ്പോൾ എവിടെയാണ് കൂടി കിടക്കുന്നത്? ക്യാഷ് ബുക്ക് തന്നെയാണ് കൂടി കിടക്കുന്നത്, പാസ്ബുക്ക് കുറഞ്ഞു കിടക്കുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പാസ്ബുക്കിലായതുകൊണ്ട് ക്യാഷ് ബുക്കിന് എന്ത് പറ്റിയെന്ന് ചിന്തിക്കുക. ക്യാഷ് ബുക്കിൽ അത് കൂടിക്കിടക്കുകയല്ലേ, എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ, ആഡ് ചെയ്തു. അത് ഞാനിവിടെ ഒന്ന് ടിക്ക് ചെയ്തു. അടുത്തത്, there was also a debit in the passbook of 2,500 in respect of check dishonored. അതായത് നമ്മൾ മുമ്പെങ്ങോ ഒരു ചെക്ക് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്, ആ ചെക്ക് ഡിസോണർ ആയിപ്പോയി. എന്ന് വെച്ചാൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് ബുക്കിൽ അത് കൂടും, പക്ഷേ പാസ്ബുക്കിൽ ഇതുവരെയും കൂടിയിട്ടില്ല, ബാങ്കിൽ അത് കൂടിയിട്ടില്ല, കാരണം ആ ചെക്ക് ഡിസോണർ ആയിപ്പോയി. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടിക്കിടക്കുകയാണ്. കാരണം ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ തന്നെ അത് ക്യാഷ് വന്നു എന്നുള്ളൊരു സങ്കല്പത്തിൽ അവരത് എൻ്റർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ പാസ്ബുക്കിൽ അത് ഇതുവരെയും എന്ത് ചെയ്തില്ല, ബാങ്കിൽ ആ കളക്ഷൻ ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കൂടിക്കിടക്കുന്നത്, ഏതാണ് കുറഞ്ഞു കിടക്കുന്നത്? ക്യാഷ് ബുക്ക് കൂടിക്കിടക്കുകയാണ്, പാസ്ബുക്ക് കുറഞ്ഞു കിടക്കുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പാസ്ബുക്കിലായതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഐറ്റം കൂട്ടണം. ഓക്കെ, ആഡ് ചെയ്യണം. അപ്പം ഞാനത് ആഡിൻ്റെ അണ്ടറിലേക്ക് എഴുതി. ഓക്കെ, അതോടുകൂടി നമുക്ക് ഐറ്റംസ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് കാൽക്കുലേറ്റർ എടുക്കുക. ആഡ് ചെയ്യേണ്ടത് 3 ഐറ്റമാണ്. അത് ആഡ് ചെയ്ത് എൻ്റർ ചെയ്തു. അതിൽ നിന്നും ഒരു ഐറ്റം ലെസ് ചെയ്യുക, ലെസ് ചെയ്ത് എൻ്റർ ചെയ്തു. ഇതെന്താണ്? പോസിറ്റീവ് ബാലൻസ് അല്ലേ. അപ്പോൾ നമ്മളതിന് ആൻസർ കൊടുത്തു. നമ്മൾ ഡെപ്പോസിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ബാലൻസ് തന്നെയാണ്. ഡെപ്പോസിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്കാണ്. ഓക്കെ, ഇപ്പോൾ ഒന്നുമില്ല. ഓപ്പോസിറ്റ് ബുക്കിന് എന്ത് പറ്റി, ഓരോ ഐറ്റവും നിങ്ങൾ എടുത്തിട്ട് ഓപ്പോസിറ്റ് ബുക്കിന് എന്ത് പറ്റി എന്ന്, സ്റ്റാർട്ട് ചെയ്ത ബുക്ക് ഏതാണെന്ന് ആദ്യം നോക്കുക, ഓപ്പോസിറ്റ് ബുക്കിന് എന്ത് പറ്റി എന്ന് ചിന്തിക്കുക. അത് കൂടിയെങ്കിൽ കൂട്ടുക, കുറഞ്ഞെങ്കിൽ കുറയ്ക്കുക. ഓക്കെ, ദെൻ നമുക്ക് മൂന്നാമത്തെ സിറ്റുവേഷനിലേക്ക് പോകാം. ഓവർ ഡ്രാഫ്റ്റ് ബാലൻസുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത്
On 31st March 2021, Rajan had an overdraft of 8,000. നമുക്ക് ആ പോയിന്റ്, ആ 8,000 എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ആദ്യം എടുക്കാം. എന്താണ്, രാജൻ 8,000 രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏതിലെ ബാലൻസ് ആണ്? ആസ് ഷോൺ ബൈ ഹിസ് ക്യാഷ് ബുക്ക്. അപ്പം ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് 8,000. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ, ഞാൻ -8,000 എന്നാണ് ഇട്ടിരിക്കുന്നത്. കാരണം എന്തുകൊണ്ട്? അത് നെഗറ്റീവ് ബാലൻസ് ആണ്. ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും നെഗറ്റീവായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല. രണ്ടാമത്തത്, ചെക്ക് എമൗണ്ട്സ് ₹2,000 ഹാഡ് ബീൻ പെയ്ഡ് ബൈ ഹിം ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ദ ബാങ്ക്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് അയാൾ ഒരു ചെക്ക് ബാങ്കിന് കൊടുത്തുവെന്നും അത് ഇതുവരെയും കളക്ട് ചെയ്തില്ല എന്നുമാണ് പറയുന്നത്. അപ്പോൾ ചെക്ക് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ബട്ട് നോട്ട് കളക്റ്റഡ്. നമുക്ക് നോക്കാം, നമുക്ക് 2,000 രൂപയുടെ ചെക്ക് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാങ്കിലെ ക്യാഷ് ബാലൻസ് കൂടണം. ഓക്കെ, നമ്മൾ എപ്പോഴും ക്യാഷ് ബാലൻസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട. ഓവർ ഡ്രാഫ്റ്റിനെ കുറിച്ച് നിങ്ങൾ വിട്ടേരെ. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞതിന് പകരമാണ് ഞാനിവിടെ മൈനസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് അങ്ങ് എപ്പോഴും നിങ്ങൾ ബാലൻസിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ എന്താണ് വായിച്ചത്? ഒരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, ആ ചെക്ക് ഇതുവരെയും ബാങ്കിൽ കളക്ട് ചെയ്തില്ല. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കണക്കും പ്രകാരം ഫണ്ട് കൂടണം, അല്ലേ? ക്യാഷ് ബുക്ക് പ്രകാരം ഫണ്ട് കൂടണം. ബാങ്കിൽ അത് ഇതുവരെയും കളക്ട് ആയില്ല എന്ന് പറഞ്ഞാൽ ബാങ്കിൽ അത് കൂടിയിട്ടില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ കണക്കും പ്രകാരം 2,000 രൂപ കൂടി നിൽക്കുകയാണ്, ബാങ്കിൻ്റെ കണക്കും പ്രകാരം 2,000 രൂപ കുറഞ്ഞു നിൽക്കുകയാണ്. കാരണം അവിടെ കളക്ഷൻ നടന്നിട്ടില്ല. തുടങ്ങിയത് ക്യാഷ് ബുക്കിലാണ്. ക്യാഷ് ബുക്കിൽ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചിന്തിക്കണം? പാസ്ബുക്കിൻ്റെ ബാലൻസിന് എന്ത് പറ്റി? പാസ്ബുക്കിൻ്റെ ബാലൻസ് കുറഞ്ഞു കിടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, നമ്മളൊരു ആഡിന് ഒരു ഹെഡിങ്ങും കൊടുത്തു. ഇനി അടുത്ത പോയിന്റ്, അതിൽ പറയുന്നത് ഹി ഇഷ്യൂഡ് ചെക്ക് ഓഫ് ₹800 വിച്ച് വെയർ നോട്ട് പ്രസൻറ്റഡ് ഫോർ ബാങ്ക് ഫോർ പേയ്മെൻറ്റ്. അയാൾ ഒരു ചെക്ക് 800 രൂപയുടെ ചെക്ക് ഇഷ്യൂ ചെയ്തു, അത് ഇതുവരെയും ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. 800 രൂപയുടെ ചെക്ക് ഇഷ്യൂ ചെയ്തു, ഇതുവരെയും ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കണക്കും ക്യാഷ് ബുക്ക് പ്രകാരം ബാലൻസ് കുറയും. ബാങ്കിൽ അത് ഇതുവരെയും കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കൂടി തന്നെ നിൽക്കുകയാണ്, നോർമൽ ബാലൻസിൽ നിൽക്കുകയാണ്. അപ്പം ക്യാഷ് ബുക്കിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, പാസ്ബുക്കിന് എന്ത് പറ്റി? കൂടി നിൽക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? കൂട്ടണം. അത്രേ ഉള്ളൂ. പാസ്ബുക്കിൻ്റെ ബാലൻസ് എന്ത് പറ്റി എന്ന് ചിന്തിക്കുക. നോർമൽ രീതിയിൽ ചിന്തിച്ചാൽ മതി. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ തലയൊന്നും കൺഫ്യൂഷൻ ഒന്നും ആക്കേണ്ട കാര്യമില്ല, സിമ്പിളായിട്ട് കിട്ടും. അടുത്തത്, ദർ വാസ് എ ഡെബിറ്റ് ഇൻ ഹിസ് പാസ്ബുക്ക് ₹60 ഫോർ ഇൻട്രസ്റ്റ് ആൻഡ് 100 ഫോർ ബാങ്ക് ചാർജസ്. അതായത് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 2 ഡെബിറ്റുകൾ വന്നിട്ടുണ്ട്. ഒന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു 60 രൂപയും ബാങ്ക് ചാർജ് ആയിട്ട് 100 രൂപയും വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇൻട്രസ്റ്റ് വരുമ്പോൾ ബാങ്കിലെ ബാലൻസ് കുറയും, ബാങ്ക് ചാർജ് വരുമ്പോഴും കാരണം ഇത് ഓവർ ഡ്രാഫ്റ്റ് അല്ലേ. ഈ ഇവിടെ ഓവർ ഡ്രാഫ്റ്റിന് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലവാണ്, അല്ലേ? ഡെപ്പോസിറ്റ് ബാലൻസിന് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വരവാണ്, ഇങ്ങോട്ട് കിട്ടുന്നതാണ്. ഇവിടെ ഓവർ ഡ്രാഫ്റ്റിന് ബാങ്കിൽ ഇൻട്രസ്റ്റ് വന്നു, അവിടെ ബാങ്ക് ബാലൻസ് കുറഞ്ഞു. ബാങ്ക് ചാർജ് വന്നു 100 രൂപ, ബാങ്ക് ബാലൻസ് കുറഞ്ഞു. സോ കമ്പയർ ചെയ്തേ, ക്യാഷ് ബുക്ക് നോർമലി നിൽക്കുകയാണ്. പാസ്ബുക്കിൽ എന്ത് പറ്റി? 60 രൂപയും പോയി, 100 രൂപയും പോയി. പാസ്ബുക്കിന്റെ ബാലൻസിന് എന്ത് പറ്റി? കുറഞ്ഞു. 2 ഐറ്റം വന്നപ്പോഴും കുറഞ്ഞു. അപ്പം പാസ്ബുക്കിന്റെ ബാലൻസ് കുറഞ്ഞു കിടക്കുകയാണ്, കുറയ്ക്കണം. 2 ഐറ്റവും കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഐറ്റംസ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ കാൽക്കുലേറ്റർ എടുക്കുക. നിങ്ങൾ -8,000 800 ഇത് ടോട്ടൽ ചെയ്യാം. നമുക്ക് 7,200 കിട്ടും. അതിൻ്റെ കൂടെ ഇതെല്ലാം മൈനസാണ്. അപ്പോൾ മൈനസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ അറിയാമല്ലോ, മൈനസ് തന്നെയാണ് വരുന്നത്. ഒരു വലിയ മൈനസ് വരും. അതെല്ലാം കൂടെ കൂട്ടി അതിൻ്റെ ബാലൻസ് എന്താണ്? നമ്മൾ ഇവിടെ നെഗറ്റീവിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, അല്ലേ? ഓവർ ഡ്രാഫ്റ്റ് ബാലൻസിലാണ് സ്റ്റാർട്ട് ചെയ്തത്, നെഗറ്റീവാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ആൻസർ നെഗറ്റീവ് തന്നെ വന്നെങ്കിൽ അത് എന്തായാലും നമുക്ക് ആൻസർ നമ്മൾ ക്യാഷ് ബുക്കിലാണ് തുടങ്ങിയെങ്കിൽ കിട്ടിയ ആൻസർ പാസ്ബുക്കിലെ ബാലൻസ് ആണ്. ഇനി അത് ഏത് ബാലൻസ് ആണെന്നാണ് നോക്കുന്നത്. പോസിറ്റീവ് ബാലൻസ് ആണോ നെഗറ്റീവ് ബാലൻസ് ആണോ? പോസിറ്റീവ് ആണെങ്കിൽ ഡെപ്പോസിറ്റ്, നെഗറ്റീവ് ആണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ്. ഇവിടെ വന്നേക്കുന്നത് നെഗറ്റീവ് ബാലൻസ് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ആൻസർ എന്ത് തന്നെയാണ്? ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് തന്നെയാണ്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ 4ാമത്തെ പ്രോബ്ലം. ഇനി നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. 5ാമത്തെ പ്രോബ്ലം എന്താണ്? 5ാമത്തെ പ്രോബ്ലം, ഓൺ March 31st, 2021, the bank column of cash book of XYZ Limited show a credit balance of 1,18,100. അത് ബ്രാക്കറ്റിൽ അവർ പറയുന്നുണ്ട് അത് ഓവർ ഡ്രാഫ്റ്റ് ആണെന്ന് പറയുന്നു. നമുക്കതങ്ങ് എൻ്റർ ചെയ്യാം. അതായത് സ്റ്റാർട്ടിങ് ചെയ്തിരിക്കുന്നത് ഏതിനകത്താണ്?
ഏത് ബാലൻസിലാണ്? ക്യാഷ് ബുക്ക് ബാലൻസിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഓവർ ഡ്രാഫ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ആൻസർ എല്ലാം വരച്ചു, റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഹെഡിങ് കൊടുത്തു, പർട്ടിക്കുലേഴ്സ് കോളം കൊടുത്തു, എമൗണ്ട് കോളം കൊടുത്തു. നമ്മൾ ആദ്യം ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് എൻ്റർ ചെയ്തു. അത് മൈനസ് ആണ് കൊടുത്തത്, കാരണം എന്തുകൊണ്ട്? ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഇനി ഓരോ ഐറ്റവും വായിച്ചിട്ട് നമുക്ക് ക്യാഷ് ബുക്കിന് എന്ത് പറ്റി എന്നല്ല, പാസ്ബുക്കിന് എന്ത് പറ്റി എന്ന് ചിന്തിക്കുക. അപ്പോൾ ഞാനൊരു ആഡ് എന്ന് പറഞ്ഞൊരു ഹെഡും കൂടെ കൊടുത്തു, കുറച്ച് സ്പേസ് വിട്ടിട്ട് ലെസ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തു. ഇനി നമുക്ക് ഒന്നാമത്തത് വായിക്കാം. എന്താണ്? ചെക്ക് റിസീവ്ഡ് ആൻഡ് റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക് ബട്ട് നോട്ട് സെൻഡ് ടു ദ ബാങ്ക് ഫോർ കളക്ഷൻ. ചെക്ക് കിട്ടി, ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്തു, ക്യാഷ് ബുക്ക് ബാലൻസ് കൂടി, പക്ഷെ ബാങ്കിൽ അത് അയച്ചു കൊടുത്തില്ല ഇതുവരെയും. സെൻഡ് ഫോർ കളക്ഷന് വേണ്ടി അയച്ചില്ല എന്ന് വെച്ചാൽ പാസ്ബുക്കിൽ അത് എന്ത് ചെയ്തിട്ടില്ല, കണക്കിൽ വന്നിട്ടില്ല, കൂടിയിട്ടുമില്ല. അപ്പം 12,400 രൂപ ക്യാഷ് ബുക്കിൽ കൂടിക്കിടക്കും, പാസ്ബുക്കിൽ കുറഞ്ഞു കിടക്കും. നമ്മൾ തുടങ്ങിയത് ക്യാഷ് ബുക്കിലാണ്, പാസ്ബുക്കിന് എന്ത് പറ്റി? കുറഞ്ഞു കിടക്കുകയാണ്. കാരണം ചെക്ക് ഇതുവരെ അവിടെ എത്തിയിട്ടില്ലല്ലോ. എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ അത് ലെസ് ചെയ്യുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. പേയ്മെന്റ് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ ഡയറക്ട്ലി ബൈ ദ ബാങ്ക് 27,300 ബട്ട് നോ എൻട്രി വാസ് മെയ്ഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. അതായത് കസ്റ്റമർ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് 27,300 രൂപ ഇട്ടു. പാസ്ബുക്കിന് എന്ത് പറ്റി? കൂടിക്കിടക്കുകയാണ്. നമ്മൾ ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്, പാസ്ബുക്കിന് എന്ത് പറ്റി? കൂടിക്കിടക്കുകയാണ്. എന്ത് ചെയ്യണം? കൂട്ടണം. സിമ്പിളാണ്. ഓക്കെ, നമ്മൾ ആഡിൻ്റെ അണ്ടറിലേക്ക് എൻ്റർ ചെയ്തു. അടുത്തത് മൂന്നാമത്തത് നോക്കാം. ചെക്ക് ഇഷ്യൂഡ് ഫോർ 1,75,200 നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെന്റ്. ഞാൻ 1,75,200 രൂപയുടെ ചെക്ക് ഒരു പാർട്ടിക്ക് ഇഷ്യൂ ചെയ്തു. എൻ്റെ കണക്കും പ്രകാരം 1,75,200 രൂപ കുറഞ്ഞു. പക്ഷേ ആ ചെക്ക് ഇതുവരെയും നമ്മുടെ ബാങ്കിൽ പോയിട്ടില്ല. എന്ന് വെച്ചാൽ അവിടെ ആ പൈസ കുറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് അത് കൂടിക്കിടക്കുകയല്ലേ. കമ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിനേക്കാളും കൂടിക്കിടക്കുകയാണ് ബാങ്കിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യണം? കൂട്ടണം. അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ആഡിൻ അണ്ടറിലേക്ക് അത് പോസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു ഐറ്റം കൂടെ ഉണ്ട്. എന്താണ് ഐറ്റം? ഇൻട്രസ്റ്റ് ഓഫ് 8,800 ചാർജ്ഡ് ബൈ ദ ബാങ്ക് വാസ് നോട്ട് എൻറ്റേർഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. 8,800 രൂപയുടെ ഇൻട്രസ്റ്റ് ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അത് ഇതുവരെയും ക്യാഷ് ബുക്കിൽ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം ബാങ്ക് ചാർജസ് ബാങ്ക് എടുക്കുമ്പോൾ ബാങ്ക് ബാലൻസ് കുറയും. ഓക്കെ, ബാങ്കിൻ്റെ പോസിറ്റീവ് ബാലൻസ് കുറയും. അപ്പം പാസ്ബുക്കിന് എന്ത് പറ്റി? കുറഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ഇതുവരെ എൻ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ക്യാഷ് ബുക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കുറയും. എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ ഇതിനെല്ലാം ഒരു കൺക്ലൂഷനേ ഉള്ളൂ. നിങ്ങൾ ഏത് ബാലൻസിൽ തുടങ്ങുന്നു എന്നുള്ളതല്ല, നിങ്ങൾ ഓപ്പോസിറ്റ് ബാലൻസിന് എന്ത് പറ്റി എന്ന് ആ ഐറ്റം വൈസ് ചിന്തിക്കുക. നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസുമായിട്ട് കമ്പയർ ചെയ്തും ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഒരു ഐറ്റം കിട്ടുമ്പോൾ ആ ഐറ്റം മുഖേന ഓപ്പോസിറ്റ് ബുക്കിലെ ബാലൻസിന് എന്ത് പറ്റിയെന്ന് ചിന്തിക്കുക. അത് കുറയാനാണ് സാധ്യതയെങ്കിൽ കുറയ്ക്കുക, കൂടാനാണ് സാധ്യതയെങ്കിൽ കൂട്ടുക. നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇവിടെ നമ്മളെല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. കാൽക്കുലേറ്റർ എടുക്കുക, ഇതെല്ലാം കൂടെ കൂട്ടുക, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതിനുശേഷം ഈ 2 ഐറ്റം കുറയ്ക്കുക, നമുക്ക് ആൻസർ കിട്ടും. അതിനുശേഷം ഇത് ക്യാഷ് ബുക്കിലാണ് തുടങ്ങിയത്, അപ്പോൾ ആൻസർ എന്തായിരിക്കും? പാസ്ബുക്ക് ബാലൻസ് ആയിരിക്കും. ഇനി ഇത് നെഗറ്റീവ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഞാനൊന്ന് റെഡ് അടിച്ചു തരാം. ഈ ഒരു കേസ് മാത്രം. എന്താണ് കേസ് എന്ന് പറയുന്നത്? ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിലാണ് നമ്മൾ തുടങ്ങിയത്. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഓവർ ഡ്രാഫ്റ്റ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് കൊടുത്തു അല്ലേ. പക്ഷേ ആൻസർ ചെയ്തു വന്നപ്പോൾ ഇത് പോസിറ്റീവായി. അപ്പോൾ നമുക്കിവിടെ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇതെന്തായി? ഓപ്പോസിറ്റ് ബാലൻസിൽ അത് ഡെപ്പോസിറ്റ് ബാലൻസ് ആയി മാറി അല്ലേ. അപ്പം ക്വസ്റ്റ്യനിൽ ഓവർ ഡ്രാഫ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓവർ ഡ്രാഫ്റ്റ് ആവുകയും എൻഡിങ് പോയിന്റ് ഡെപ്പോസിറ്റ് ആവുകയും ചെയ്ത ഒരു ക്വസ്റ്റ്യനാണിത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് കണ്ടത്. അപ്പം അത് നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ് ആ പ്രോബ്ലം. നിങ്ങളൊന്നും കൂടെ ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ പോസ്റ്റ് ചെയ്ത് പോവുക. കാൽക്കുലേറ്റർ ഓരോന്നും എടുത്ത് കൂട്ടാൻ നിൽക്കരുത്. ആഡ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്ത് നമ്മളെല്ലാം പോസ്റ്റ് ചെയ്യുക. കുറച്ച് സ്പേസ് വിട്ടിട്ട് ലെസ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്ത് പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം കാൽക്കുലേറ്റർ എടുത്ത് ഒരു സമയത്ത് തന്നെ എല്ലാം കൂടെ ആഡ് ചെയ്യുക, ലെസ് ചെയ്യുക, ആൻസറിലേക്ക് എത്തുക. നമ്മുടെ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഹേമ ആൻഡ് കമ്പനി പ്രിപ്പയർ എ ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഓൺ December 31st. ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് 20,000. അപ്പം ഇതിലും ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. പാസ്ബുക്ക് പ്രകാരമുള്ള ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. നമ്മുടെ 4ാമത്തെ സെഗ്മെന്റ് ആണ് സ്റ്റാർട്ടിംഗ് വിത്ത് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതി ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് നമ്മൾ എഴുതി കഴിഞ്ഞു -20,000.
ഓവർ ഡ്രാഫ്റ്റ് അതിനെ കൊണ്ട് മൈനസ് കൊടുത്തു, പാസ്ബുക്ക് ബാലൻസ് അതിനെ കൊണ്ട് സ്റ്റാർട്ടിങ് വിത്ത് പാസ്ബുക്ക് ബാലൻസ് എൻ്റർ ചെയ്തു. ഇനി അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് 2000, 2000 രൂപ ഓവർ ഡ്രാഫ്റ്റിന് ഇൻട്രസ്റ്റ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു ചിലവാണ്. ബാങ്കിൻ്റെ ബാലൻസ് ഉറപ്പായിട്ടും കുറയും, ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ കൂടും. നിങ്ങൾ അത് ചിന്തിക്കേണ്ട. പകരം നോർമലി ബാലൻസിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. 2000 രൂപ ബാങ്കിൽ നിന്ന് ബാങ്ക് ഇൻട്രസ്റ്റ് എടുത്തു, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിലെ പൈസ കുറയും. അങ്ങനെ ചിന്തിച്ചാൽ മതി അല്ലേ, അവിടെ കുറയും, നമ്മളത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ നോർമലി കിടക്കുകയാണ്, അവിടെ എന്ത് ചെയ്തു, ബാലൻസ് കുറഞ്ഞു. ഓക്കെ, ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പാസ്ബുക്കിലാണ്. അപ്പോൾ അവിടെ പാസ്ബുക്കിന്റെ ബാലൻസ് കുറഞ്ഞു കിടക്കുകയാണ് എന്ന് വെച്ചാൽ ക്യാഷ് ബുക്കിൽ എന്ത് പറ്റി, കൂടിക്കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം. ഓക്കെ, അഡീഷൻ ആണ്. നെക്സ്റ്റ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദ ബാങ്ക് 200. നമ്മുടെ ബാങ്ക് ഇൻഷുറൻസ് പ്രീമിയം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അടച്ചു. ഇൻഷുറൻസ് പ്രീമിയം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അടച്ചു. അപ്പം ബാങ്കിൽ 200 രൂപ കുറഞ്ഞു. ഓക്കെ, നമുക്ക് കമ്പയർ ചെയ്യാം. ഇത് ക്യാഷ് ബുക്കാണ്, ഇവിടെ 200 രൂപ വന്നിട്ടില്ല, പക്ഷെ ബാങ്കിൽ നിന്ന് 200 രൂപ പോയി. അപ്പോൾ ബാങ്കിന്റെ ബാലൻസ് കുറഞ്ഞു. അപ്പോൾ ബാങ്കിന്റെ ബാലൻസ് കുറഞ്ഞു കിടക്കുകയാണ്. ക്യാഷ് ബുക്കിന്റെ ബാലൻസോ കൂടിക്കിടക്കുകയാണ്. നമ്മൾ പാസ്ബുക്കല്ലേ സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് എന്ത് പറ്റിയെന്നല്ലേ ചിന്തിക്കേണ്ടത്. അപ്പോൾ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് കൂടിക്കിടക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം. 200 നമ്മൾ ആഡ് ചെയ്യാം. അത് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. നമ്മളൊരു ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷെ അത് ഇതുവരെ പ്രസന്റ് ചെയ്തിട്ടില്ല. എൻ്റെ ക്യാഷ് ബുക്ക് പ്രകാരം ഞാൻ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ എൻ്റെ കണക്കിൽ അത് 6500 രൂപ കുറഞ്ഞു, ക്യാഷ് ബുക്കിൽ കുറഞ്ഞു. പക്ഷെ ബാങ്കിൽ അത് ഇതുവരെയും ആ പൈസ വന്നിട്ടില്ല, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടില്ല. ഓക്കെ, അപ്പം അത്രയും പൈസ അവിടെ കൂടി കിടക്കുന്നതിന് തുല്യമല്ലേ. അതെ, ക്യാഷ് ബുക്കിന് എന്ത് പറ്റി, കുറഞ്ഞു കിടക്കുകയാണ്, കുറയ്ക്കണം. അടുത്തത് നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്യാം. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് ക്ലിയർഡ്. നമ്മളൊരു ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അത് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടും, പാസ്ബുക്കിൽ അത് ഇതുവരെയും കൂടിയിട്ടില്ല. ക്യാഷ് ബുക്കിന് എന്ത് പറ്റി, കൂടിക്കിടക്കുകയാണ്, കൂട്ടണം. കാരണം നമ്മൾ തുടങ്ങിയത് പാസ്ബുക്കിലാണ്, ക്യാഷ് ബുക്കിന് എന്ത് പറ്റിയെന്ന് തന്നെ ചിന്തിക്കണം. ഓക്കെ, അവസാനത്തേത് റോങ്ലി ഡെബിറ്റഡ് ബൈ ദ ബാങ്ക് 500. നമ്മുടെ ബാങ്കിൽ നിന്ന് 500 രൂപ തെറ്റായി ബാങ്ക് എന്തോ മിസ്റ്റേക്ക് പറ്റി ബാങ്ക് ഒരു 500 രൂപ നമ്മുടെ ബാങ്കിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്തു. പാസ്ബുക്കിന്റെ ബാലൻസ് 500 രൂപ കുറഞ്ഞു, പക്ഷെ ആ ട്രാൻസാക്ഷൻ ക്യാഷ് ബുക്കിൽ ഇല്ല. എന്ന് വെച്ചാൽ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് പഴയതുപോലെ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ക്യാഷ് ബുക്കിന് എന്ത് പറ്റി, കൂടി നിൽക്കുകയാണ്. എന്ത് ചെയ്യണം, കൂട്ടണം. ഇതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാം കഴിഞ്ഞു. ഇനി കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യുക. അതിനുശേഷം 6500 മൈനസുമാണ്, അപ്പോൾ ഒരു വലിയ മൈനസ് കിട്ടും. ഓക്കെ, അതിൻ്റെ ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. എന്തുകൊണ്ടാണ് ഓവർ ഡ്രാഫ്റ്റ് തന്നെ വന്നത്? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിലാണ് തുടങ്ങിയത്, ബാലൻസ് ആസ് പെർ പാസ്ബുക്കിലാണ് തുടങ്ങിയത്. നെഗറ്റീവ് ആയിരുന്നു അല്ലേ, ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയിരുന്നു. ആൻസർ നെഗറ്റീവ് തന്നെ കിട്ടി. ആൻസർ എന്ന് പറയുന്നത് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ഫസ്റ്റ് സെഗ്മെൻറ്റ് അവസാനിച്ചിരിക്കുകയാണ്. എന്താണ് ആ ഫസ്റ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്? നമ്മൾ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാതെ കിട്ടുന്ന ക്വസ്റ്റ്യൻ അതുപോലെ ഫുൾ ആ ഐറ്റംസ് മൊത്തം ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു കേസാണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. ആ ഒരു കേസ്, അതിൽ തന്നെ 4 സിറ്റുവേഷൻസ്, സ്റ്റാർട്ടിങ് വിത്ത് 4 സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ആ 4 സിറ്റുവേഷൻസും നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു.